ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി ദഹി ഭിണ്ടിയാണ്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് വെണ്ടയ്ക്കയും തൈരും കൊണ്ട് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ ഒരു 3-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വതക്കിയെടുക്കണം, അതിനാണ് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നത്. വെണ്ടയ്ക്ക ഇതുപോലെ മുറിച്ചിട്ട് അതിനെ ഒന്ന് വതക്കിയെടുക്കണം. നമ്മൾ ഇത്തിരി എണ്ണ ഉണ്ടെങ്കിൽ ഈ കൂട്ടാനൊക്കെ നന്നായിരിക്കും കേട്ടോളൂ. ഇനി എണ്ണ എത്ര ഒന്നും വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കുക, അത് നിങ്ങളുടെ സൗകര്യമാണ്. വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായി വതങ്ങിയ ശേഷം അതിനെ കോരി വാങ്ങി വെക്കുക ഒരു പ്ലേറ്റിൽ. ഇനി ആ ചൂടായിട്ടുള്ള എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ ജീരകം ഇടുക. ഗ്യാസിൻ്റെ ഫ്ലെയിം ചുരുക്കിയിട്ട് വേണം ജീരകം ചേർക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ജീരകം പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഉള്ളി ഒന്ന് നന്നായി വതങ്ങിയ ശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. തക്കാളി ഒന്ന് നന്നായി വതങ്ങിയ ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ അതിനെ ഒന്ന് വതക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ ചേർത്തുമ്പോൾ ഗ്യാസിൻ്റെ തീ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വതക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം അതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേ ഇരിക്കണട്ടുള്ളൂ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചാലും മതി, അപ്പോൾ പെട്ടെന്ന് തിളച്ച് കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആകും, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരും. ഇനി നമുക്ക് വതക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനൊരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 മിനിറ്റും കൂടെ തിളപ്പിച്ചിട്ട് അതിനെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ എപ്പോഴും പറയും പോലെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂട്ടുള്ളൂ. Thank you. Bye-bye.